UGC നെറ്റ് എക്സാമിന് തയ്യാറെടുക്കുന്നവർക്കായി പരിഷ്കരിച്ച സിലബസിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാർ ചെയ്ത ചോദ്യാവലികൾ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് സിലബസിലെ യൂണിറ്റ് 1-ൽ ഷുഅറാഉൽ അസ്രിൽ അബ്ബാസി എന്ന തലക്കെട്ടിൽ രണ്ടാമത്തെ കവിയായ അബൂ നുവാസ്. ക്ലാസുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. കഴിഞ്ഞ ക്ലാസുകളുടെ ലിങ്കുകൾ ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. إلهنا ما أعدلك مليك كل من ملك لبيك قد لبيت لك لبيك إن الحمد لك والملك لا شريك لك والليل لما أنحلك والسابحات في الفلك على مجار المنسلك ما خاب عبد أملك أنت له حيث سلك لولاك يا رب هلك يا مخطئا ما أغفلك. ഒന്നാമത്തെ ചോദ്യം, ഇസ്മുൽ കാമിൽ ലി അബി നുവാസ്. ഹാരിസ് ബിനു ഔഫ്, അഹ്മദ് ബിനു ഹുസൈൻ, അൽ ഹസൻ ബിനു ഹാനി. ഉത്തരം അൽ ഹസൻ ബിനു ഹാനി. രണ്ടാമത്തെ ചോദ്യം, വുലിദ അബൂ നുവാസ് ബി ഡാഷ്. അൽ അഹ്വാസ്, അൽ കിന്ദ, അൽ ബസ്വറ. ഉത്തരം അൽ അഹ്വാസ്. മൂന്നാമത്തെ ചോദ്യം, ഹുവ അഷ്ഹറുൻ ഫി ശിഅരി ഡാഷ്. അൽ ഗസ്ലി, അൽ ഖംരി, അൽ ഹിജായി. ഉത്തരം അൽ ഖംരി. നാലാമത്തെ ചോദ്യം, വുലിദ അബൂ നുവാസ് സന ഹിജ്റ 120, ഹിജ്റ 135, ഹിജ്റ 145. ഉത്തരം ഹിജ്റ 145. അഞ്ചാമത്തെ ചോദ്യം, കാന ഗസ്ലുഹു ലിജാരിയത്തിൻ ഇസ്മുഹ ജിനാൻ, ലൈല, ഫാത്തിമ. ഉത്തരം ജിനാൻ. ആറാമത്തെ ചോദ്യം, മാ ലഖബഹു അല്ലദി നുസിബ ബിഹി ഇലൽ ഖംർ. ഷാഇറു സുക്ർ, ഷാഇറുൽ ഖംർ, ഷാഇറുൽ ഗസ്ൽ. ഉത്തരം ഷാഇറുൽ ഖംർ. അദ്ദേഹത്തിൻ്റെ കവിതകളിൽ മദ്ഹും ഹിജാഉം റസാഉം തുടങ്ങി എല്ലാത്തരം അഗ്റാലുകളും ഉൾപ്പെട്ടിരുന്നു. എന്നാൽ അതിൽ നിന്നൊക്കെ പ്രത്യേകമായി ഖംർ, മദ്യത്തെക്കുറിച്ചുള്ള കവിതകൾ ധാരാളമുണ്ടായിരുന്നു. അതിനാലാണ് അദ്ദേഹത്തിന് ഷാഇറുൽ ഖംർ എന്ന പേര് ലഭിച്ചത്. ഏഴാമത്തെ ചോദ്യം, തഅല്ലമ ഉസൂലു ശിഅരി മിനശ്ശായിർ ഡാഷ്. ബഷാർ ബിൻ ബുർദ്, അബി തമാം, വാലിബത്ത് ബിനു ഹബ്ബാബ്. ഉത്തരം വാലിബത്ത് ബിനുൽ ഹബ്ബാബ്. എട്ടാമത്തെ ചോദ്യം, ഹബസഹു അൽ ഖലീഫ ഡാഷ്. അമീൻ, മർവാൻ, മഅ്മൂൻ. ഉത്തരം അമീൻ. ഒമ്പതാമത്തെ ചോദ്യം,
മാത്ത അബു നുവാസ് സന ഡാഷ്. ഹിജ്റ 170, ഹിജ്റ 198, ഹിജ്റ 205. ഉത്തരം ഹിജ്റ 198. ഇബ്നു മുഅ്തസ് അദ്ദേഹത്തിൻ്റെ തൊബക്കാത്ത് ഷുറ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, അബു നുവാസ് കേവലം ഒരു കവി മാത്രമായിരുന്നില്ല, മറിച്ച് ഫിഖ്ഹും ഹദീസും തഫ്സീറുമൊക്കെ പഠിച്ചു മനസ്സിലാക്കിയ ഒരു പണ്ഡിതൻ കൂടിയായിരുന്നു. ചരിത്രകാരന്മാരിൽ അധിക പേരും അഭിപ്രായപ്പെട്ടിട്ടുള്ളത് അബു നുവാസ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ പശ്ചാത്തപിച്ച് മടങ്ങിയിട്ടുണ്ട് എന്നാണ്.